ഹായ്, ഇന്ത്യയിൽ നമുക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കും. അതുപോലെ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഇതാണ് സാധാരണ PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സാധാരണ ചോദിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല. ഈ 5 രീതിയും നമ്മൾ പഠിക്കണം. അതുപോലെ നഷ്ടപ്പെടുന്ന 3 രീതിയും നമ്മൾ പഠിക്കണം. അത് നമുക്കൊരു കോഡിൻ്റെ രൂപത്തിൽ പഠിക്കാം. വേറൊന്നുമില്ല. കേറ്റിൻ്റെ ബർത്ത്ഡേ നേരത്തെയെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കേറ്റിൻ്റെ ബർത്ത്ഡേ നേരത്തെയെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, പൂച്ചയുടെ ബർത്ത്ഡേ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ പൂച്ചയെ വിൽക്കാൻ പറ്റില്ല. അതാണ് ട്രേഡ് ഉദ്ദേശിക്കുന്നത്. പൂച്ചയുടെ ബർത്ത്ഡേ നേരത്തെയെങ്കിൽ നമുക്ക് ആ പൂച്ചയെ വിൽക്കാൻ പറ്റില്ല. അങ്ങനെ കേറ്റിൻ്റെ ബർത്ത്ഡേ നേരത്തെയെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഉള്ള കേറ്റിൻ്റെ കേറ്റ് എന്ന് പറയുന്ന സിറ്റിസൺ അത് എന്ന വേർഡ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ബർത്തിലെ ബിയും ഡേയിലെ ഡേയും നേരത്തേയിലെ NRT പിന്നെ ട്രേഡിലെ TRD ഇത്രയും വേർഡ് വെച്ചാണ്, അല്ലെങ്കിൽ ഇത്രയും ലെറ്റർ വെച്ചാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. പൗരത്വം ലഭിക്കുന്നത് 5 രീതിയിലാണ്. അതിൽ ഈ ബർത്ത്ഡേ നേരത്തെ BDNRT ഇത്രയും നമുക്ക് ബർത്ത്ഡേ നേരത്തെ എന്നത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രേഡിലെ TRD അത് മാത്രമേ എടുക്കുന്നുള്ളൂ. TRD ഇത്രയും വെച്ച് ബാക്കിയുള്ള 3 അതായത് പൗരത്വം നഷ്ടപ്പെടുന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബർത്ത്ഡേ നേരത്തെ പൗരത്വം ലഭിക്കുന്നത്, അടുത്ത് ട്രേഡിലെ TRD പൗരത്വം നഷ്ടമാകുന്നത്. ഇങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ബർത്ത്ഡേയിൽ പറയുന്ന B ബൈ ബർത്ത്, ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവർക്കും ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ യോഗ്യതയാണ്. അതാണ് ബർത്ത്. D എന്ന് വെച്ചാൽ ഡിസെൻഡ് എന്ന പിന്തുടർച്ചാവകാശം. N നാച്ചുറലൈസേഷൻ, 5 വർഷം തുടർച്ചയായിട്ട് താമസിച്ചാൽ. R എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ വഴി നമുക്ക് ലഭ്യമാകുന്നു. T എന്ന് പറഞ്ഞാൽ ടെറിട്ടറി അഡിഷൻ. ഇത്രയും വഴിയാണ് 5 രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ B ബർത്ത്, D ഡിസെൻറ്റ്, അതായത് BD ബർത്ത്ഡേ, ബർത്ത് ഡിസെൻറ്റ്, NRT നേരത്തെ, നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ ആൻഡ് ടെറിട്ടറി അഡിഷൻ. നഷ്ടമാകുന്നത് 3 രീതിയിലാണ്. T ടെർമിനേഷൻ, R റിനൗൺസിയേഷൻ, അടുത്ത് D ഡിപ്രിവേഷൻ. അതാണ് ട്രേഡിലെ TRADയിലെ Tയും Rഉം Dയും മാത്രമേ എടുക്കുന്നുള്ളൂ. T ടെർമിനേഷൻ, R റിനൗൺസിയേഷൻ, D ഡിപ്രിവേഷൻ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ബാക്കി ഇനി പറയുന്നതും കൂടെ കേൾക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കാണാതെ പഠിക്കാൻ താല്പര്യമുള്ളൂ ഇവിടെ വെച്ച് നിർത്തുക. ഓക്കെ, മുന്നോട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഈ ബർത്ത് എന്ന് വെച്ചാൽ ഇവിടെ ജനിച്ച എല്ലാവർക്കും കിട്ടണം. ഡിസെൻറ്റ് എന്ന് വെച്ചാൽ പിന്തുടർച്ചയാണ്. അതായത് നമ്മുടെ ഒരു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ, അയാളുടെ കുഞ്ഞ് ജനിക്കുന്നത് വിദേശ രാജ്യത്താണെങ്കിലും അവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അർഹനാണ്. അതാണ് ഡിസെൻറ്റ്. നാച്ചുറലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു വിദേശ പൗരൻ 5 വർഷം തുടർച്ചയായിട്ട് നമ്മളെ ഇന്ത്യയിൽ താമസിക്കുകയാണ് എങ്കിൽ, ഒരു വിദേശ പൗരൻ ആരോട്ടെ, സ്ത്രീയോ പുരുഷനോ, 5 വർഷം തുടർച്ചയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ അവർക്കും പൗരത്വം ലഭിക്കാൻ അർഹനാണ്. അതാണ് നാച്ചുറലൈസേഷൻ. ദെൻ രജിസ്ട്രേഷൻ, അതായത് മാരേജ് രജിസ്ട്രേഷനാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ സിറ്റിസൺ വിവാഹം കഴിക്കുന്നത് ഒരു വിദേശ വനിതയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു വിദേശ പുരുഷനാണെന്ന് വെച്ചോ, എന്നാൽ അവർക്ക് ഇവിടെ രജിസ്ട്രേഷൻ വഴി, മാരേജ് രജിസ്ട്രേഷൻ വഴി ഇവിടെ പൗരത്വം ലഭിക്കാൻ അർഹനാണ്. പിന്നെ ഉള്ളത് ടെറിട്ടറി അഡിഷനാണ്. അത് പണ്ട് നടന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പം അങ്ങനെ നടക്കൂല എന്ന് പറയാൻ പറ്റില്ല. മറ്റ് രാജ്യങ്ങളെ പിടിച്ചടക്കുന്നത് വഴി എന്താണ്, അവർക്ക് ആ ടെറിട്ടറിയിലുള്ള എല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതാണ്. അങ്ങനെ 5 രീതിയിലാണ്. ഓക്കെ, ബർത്ത്, ഡിസെൻറ്റ്, നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ ആൻഡ് ടെറിട്ടറി അഡിഷൻ. അതായത് ബർത്ത്ഡേ നേരത്തെ ആണ് എന്ന് പറയുന്നത്. ഇനി നഷ്ടമാകുന്ന 3 പറഞ്ഞു. ടെർമിനേഷൻ, റെനൗൺസിയേഷൻ ആൻഡ് ഡിപ്രിവേഷൻ, TRD ട്രേഡ്. ഓക്കെ, അപ്പോൾ ഈ ടെർമിനേഷൻ എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല. നമുക്ക് വേറൊരു രാജ്യത്തെ പൗരത്വം ലഭ്യമാവുക അല്ലെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൗരത്വം ഓട്ടോമാറ്റിക്കായി കട്ടാവും. അതാണ് ടെർമിനേഷൻ. റിനൗൺസിയേഷൻ എന്ന് പറയുന്നത് വോളണ്ടറിലി ഗിവിങ് അപ്പ്, അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് ഒഴിവാകുന്നു.
നമുക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട, എനിക്ക് വേറെ രാജ്യത്തെ ഒരു പൗരത്വം ആവശ്യമാണ്, അതുകൊണ്ട് ഇവിടുത്തെ പൗരത്വം ഒഴിവാക്കണം എന്നും പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് അമേരിക്കയിൽ കുറേ കാലം ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾക്ക് അമേരിക്ക പൗരത്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അമേരിക്ക പറയുന്നു, നിങ്ങളുടെ നിലവിലുള്ള പൗരത്വം എവിടെയാണോ അവിടുത്തെ അപേക്ഷ കൊടുത്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് വരിക. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഇവിടെ അപേക്ഷ കൊടുത്ത് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട്, അതായത് എൻ്റെ പൗരത്വം, അദ്ദേഹത്തിൻ്റെ പൗരത്വം ഇനി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്ത് മാറ്റിയിട്ട് തിരിച്ച് അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നു. അതിനാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അവസാനം ഡിപ്രിവേഷൻ എന്ന് പറയും. അത് ഫ്രോഡലൻറ്റ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ പൗരത്തെ നിർത്തലാക്കുന്നു. അതായത് ഒരു മനുഷ്യൻ തെറ്റായ രീതിയിൽ പൗരത്വം നേടുന്നു, അതായത് ഉദ്ദേശിക്കുന്ന രജിസ്ട്രേഷൻ ചെയ്യുന്നത് തെറ്റായ രീതിയിലെന്ന് വെച്ചാൽ കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്യുന്ന രേഖകളെല്ലാം കള്ളമാണെങ്കിൽ, അത് ഫ്രോഡാണെങ്കിൽ അതിനെ ഡിപ്രിവേഷൻ രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ് ആ പൗരത്വത്തെ ഇല്ലാതാക്കുന്നു. അതിനാണ് ഡിപ്രിവേഷൻ. പൗരത്വ അപഹാരം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുന്നു: ടെർമിനേഷൻ, റിനൗൺസിയേഷൻ ആൻഡ് ഡിപ്രിവേഷൻ. ഈ 3 രീതിയിൽ നഷ്ടപ്പെടുന്നു, അതുപോലെ 5 രീതിയിൽ ലഭിക്കുന്നു. അപ്പോൾ ആ കോഡ് മറക്കാതെ ഒരിക്കൽ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബർത്ത്ഡേ നേരത്തെയാണ് എങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ബർത്ത്ഡേ നേരത്തെ ആണെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന വാക്ക് മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. ക്യാറ്റ് എന്ന് പറഞ്ഞ വേർഡ് വരണമെന്നില്ല. ക്യാറ്റ് വന്നാൽ സിറ്റിസൺ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ബർത്ത്ഡേ നേരത്തെ ആണെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ബർത്ത്ഡേ, ബൈ ബർത്ത്, ഡിസെൻറ്റ്, നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ, ടെറിട്ടറി അഡിഷൻ. ഓക്കെ. ആൻഡ് ട്രേഡ് TRD ആണ്. എന്തൊക്കെയാണ്? ടെർമിനേഷൻ, റിനൗൺസിയേഷൻ ആൻഡ് ഡിപ്രിവേഷൻ. ഓക്കെ. ഇത്രയാണ് ആ കോഡിൽ കണക്റ്റായി വരുന്നത്.